റോമൻ ദിനസൂചികയിലെ ഏറ്റവും തിളക്കമാർന്ന വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ആഗ്നസ്. മഹാത്മാരായ പല സഭാപിതാക്കളും വളരെയേറെ ബഹുമാനത്തോടെ എടുത്തു പറഞ്ഞിട്ടുള്ള വിശുദ്ധയാണ് വിശുദ്ധ ആഗ്നസ്. വിശുദ്ധ ജെറോം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മിക്ക ലോകരാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം വാക്കുകളാലും രചനകളാലും വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതത്തെ സ്മരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. തൻ്റെ ഇളം പ്രായത്തിൽ തന്നെ ക്രൂരനായ ഭരണാധികാരിയുടെ മേൽ വിജയം കൈവരിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. വിശുദ്ധയുടെ മരണത്തിന് 8 ദിവസങ്ങൾക്ക് ശേഷം നിരനിരയായ കന്യകമാരുടെ അകമ്പടിയോടുകൂടെ ഒരു കുഞ്ഞാട് വിശുദ്ധയുടെ മാതാപിതാക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്ന് ദൈവശാസ്ത്ര പണ്ഡിതർ പറയുന്നുണ്ട്. വിശുദ്ധയുടെ കബറിടത്തിനു മുകളിലായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ദേവാലയത്തിൽ മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം ആഗ്നസ് സ്കൂളിൽ നിന്ന് വരുന്ന വഴി അവിടുത്തെ പ്രധാന മുഖ്യൻ്റെ മകനായ സിംഫോണിയൂസ് അവളെ കാണുവാനിടയായി. അപ്പോൾ അവൾക്ക് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഥമ ദർശനത്തിൽ തന്നെ അവളിൽ ആകൃഷ്ടനായ സിംഫോണിയൂസ് നിരവധി സമ്മാനങ്ങളാൽ അവളുടെ മനം കവരുവാൻ ശ്രമം നടത്തി. എന്നാൽ ആഗ്നസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ദൂരെ പോകൂ, മരണത്തിൻ്റെ ഭക്ഷണമേ, ഞാൻ ഇതിനോടകം തന്നെ മറ്റൊരു നാഥനെ കണ്ടെത്തിയിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും വണങ്ങുന്ന സൗന്ദര്യത്തോടു കൂടിയുള്ളവനും മാലാഖമാർ സേവകരുമായിട്ടുള്ളവനുമായ ക്രിസ്തുവുമായി എൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവനു വേണ്ടിയാണ് ഞാൻ എൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. മുഴുവൻ ഹൃദയത്തോടെയും ഞാൻ എന്നെ തന്നെ അവന് സമർപ്പിക്കുന്നു. തൻ്റെ മോതിരത്താൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്നെ മനസ്സമ്മതം ചെയ്തിരിക്കുന്നു. വധുവിൻ്റെ കിരീടം കൊണ്ട് അവൻ എന്നെ മനോഹരമാക്കിയിരിക്കുന്നു. എൻ്റെ വലതുകരവും കഴുത്തും വില കൂടിയ കരങ്ങളാൽ ചുറ്റിയിരിക്കുന്നു. അമൂല്യങ്ങളായ മുത്തുകൾ കൊണ്ടുള്ള കമ്മലുകൾ എനിക്ക് സമ്മാനിച്ചിരിക്കുന്നു. മനോഹരമായി തിളങ്ങുന്ന രത്നങ്ങളാൽ അവൻ എന്നെ അലങ്കരിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ സ്വർണ്ണപ്പട്ടയോടുകൂടിയ വസ്ത്രം ധരിപ്പിച്ചു. വില കൂടിയ ധാരാളം ആഭരണങ്ങൾ കൊണ്ട് എന്നെ മനോഹരമാക്കി. തൻ്റെ വാക്കുകൾ എന്നിൽ തേനും പാലുമായി ഒഴുകി. അവൻ്റെ രക്തം എൻ്റെ കവിളുകൾക്ക് ശോണിതാരുണ്യമ നൽകുന്നു. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. കന്യകയുടെയും സ്ത്രീ എന്താണെന്ന് അറിയാത്തവൻ്റെയും പുത്രനായ അവൻ്റെ സംഗീതം എൻ്റെ കാതുകൾക്ക് മധുരം പോലെയാണ്. ഞാൻ അവനെ സ്നേഹിക്കുമ്പോൾ ഞാൻ എൻ്റെ വിശുദ്ധിയോടുകൂടിയിരിക്കും. ഞാൻ അവനെ സ്പർശിക്കുമ്പോൾ എനിക്ക് ശുദ്ധി ലഭിക്കും. ഞാൻ അവനെ സ്വന്തമാക്കുമ്പോൾ ഞാൻ കന്യകയായി തന്നെ തുടരും. അവളുടെ മറുപടിയിൽ കുപിതനായ സിംഫോണിയൂസ് അവളിൽ കുറ്റമാരോപിച്ചു. നഗരമുഖ്യനായ തൻ്റെ പിതാവിന് ഒറ്റിക്കൊടുത്തു. അദ്ദേഹം അവളെ പാപികളായ സ്ത്രീകൾ പാർക്കുന്ന ഭവനത്തിൽ പാർപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ വിശുദ്ധ വളരെ ശാന്തതയോട് കൂടി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ശരീരം സംരക്ഷിക്കുന്നതിനായി എൻ്റെ കർത്താവിൻ്റെ മാലാഖയുണ്ട്. അവളുടെ മറുപടിയിൽ അരിശം പൂണ്ട മുഖ്യൻ അവളെ ആ കുപ്രസിദ്ധി ആർജിച്ച ആ ഭവനത്തിലേക്ക് അയക്കുകയും ആ ഭവനത്തിൽ പ്രവേശിച്ച ഉടനെ കർത്താവിൻ്റെ മാലാഖ അവളുടെ സംരക്ഷയ്ക്കായി നിൽക്കുന്നത് കണ്ടു. ഒരു പ്രകാശം അവളെ വലയം ചെയ്യുകയും അത് അവളെ സമീപിക്കുവാൻ ശ്രമിച്ച എല്ലാവരെയും അന്ധരാക്കുകയും ചെയ്തു. വിജാതീയനായ ഒരു പുരോഹിതൻ അവൾ ദുർമന്ത്രവാദിയാണെന്ന് ദുരാരോപണം ഉന്നയിച്ചതിനാൽ ന്യായാധിപൻ അവളെ തീയിലെറിയുവാൻ ഉത്തരവിട്ടു. തീജ്വാലകൾ തന്നെ വിഴുങ്ങുമ്പോഴും അവൾ തൻ്റെ കൈകൾ വിരിച്ച് ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു: ഏറ്റവും വലിയവനും സകല ആരാധനകൾക്കും യോഗ്യനുമായവനെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ഏകജാതൻ മൂലം ഞാൻ ക്രൂരനായ ഭരണാധികാരിയുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുകയും സാത്താൻ്റെ കുടിലതകളെ മറികടക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ സ്നേഹിച്ച, ഞാൻ അന്വേഷിച്ച, ഞാൻ ആഗ്രഹിച്ച നിന്റെ പക്കലേക്ക് ഞാൻ വരുന്നു. എന്നെ കാത്തുകൊള്ളുക. ഞാൻ എൻ്റെ അധരങ്ങളാൽ നിന്നെ വാഴ്ത്തുകയും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തീജ്വാലകൾ കെട്ടടങ്ങിയപ്പോൾ അവൾ തുടർന്നു: എൻ്റെ രക്ഷകൻ്റെ പിതാവായ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കാരണം നിന്റെ മകൻ്റെ കാരുണ്യത്താൽ എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന അഗ്നി കെട്ടടങ്ങിയിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് പുൽകുവാൻ പോവുകയാണ്. ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച അവനിൽ ഞാൻ സ്വർഗത്തിൽ ഒന്നായി ചേരും.
അനന്തരം അവളുടെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. ന്യായാധിപൻ അവളെ കഴുത്തറുത്ത് കൊല്ലുവാൻ ഉത്തരവിട്ടു. അങ്ങനെ വിശുദ്ധ ആഗ്നസ് തൻ്റെ പൂർണ്ണമായ വിശുദ്ധിയോടുകൂടെ രക്തസാക്ഷിത്വ മകുടം ചൂടി.